അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1398, സൂറത്ത് യൂസുഫ് 102 മുതൽ 104 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك من أنباء الغيب نوحيه إليك وما كنت لديهم إذ أجمعوا أمرهم وهم يمكرون وما أكثر الناس ولو حرصت بمؤمنين وما تسألهم عليه من أجر إن هو إلا ذكر للعالمين. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ذلك من أنباء الغيب. യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഇതുവരെ പറഞ്ഞ ചരിത്രം അത് അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാകുന്നു. നൂഹൈഹി ഇലൈക, തങ്ങളിലേക്ക് നാം അത് ദിവ്യബോധനം നൽകി. വമാ കുൻത ലദൈഹിം, തങ്ങൾ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ലല്ലോ. ഇത് അജ്മഉ അംറഹും, അവർ അവരുടെ കാര്യം ഏകോപിപ്പിച്ച നേരത്ത്. വഹും യംകുറൂൻ, അവർ കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങൾ, തീരുമാനങ്ങൾ ഏകോപിപ്പിച്ച നേരത്ത് തങ്ങൾ അവരുടെ അടുത്തുണ്ടായിരുന്നില്ല. വമാ അക്സറുൻ നാസി, ജനങ്ങളിൽ നിന്ന് മിക്കവരും അല്ല. വലോ ഹറസ്ത, തങ്ങൾ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചാലും ബിമുഅ്മിനീൻ, സത്യവിശ്വാസികളാകുന്നവരല്ല. വമാ തസ്അലുഹും അലൈഹി മിൻ അജ്ർ, ഈ ഖുർആൻ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ അവരോട് ഒരു കൂലിയും തങ്ങൾ ചോദിച്ചിട്ടും ഇല്ല. ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ, നിശ്ചയം ഈ ഖുർആൻ അത് ലോകർക്ക് ഉത്ബോധനം മാത്രമാകുന്നു. ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട ചരിത്രം A to Z, ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം മുതൽ ഇങ്ങോട്ടുള്ള യൂസുഫ് നബി അലിഹിസ്സലാമിന് ഈജിപ്തിലെ ഭരണാധികാരത്തിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ലഭിച്ചതും മാതാപിതാക്കളെയും സ്നേഹജനങ്ങളെയും ഇക്കാക്കമാരെയുമെല്ലാം ഈജിപ്തിൽ കൊണ്ടുപോയി രാജകീയമായ പ്രൗഢിയോടുകൂടെ താമസിപ്പിച്ചതും അടക്കം ഒന്നൊഴിയാതെ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമുമായി ബന്ധപ്പെട്ട ചരിത്രത്തിന്റെ എല്ലാ വശങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവർക്ക് ഓതിക്കൊടുക്കുകയാണ്. അങ്ങനെ അവർക്ക് ഓതിക്കൊടുത്തിട്ട് അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരും എന്ന പ്രതീക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെച്ചു പുലർത്തുന്നു. എന്നാൽ ആ ആളുകൾക്ക് ഇത്രയും വ്യക്തമായി ചരിത്രം വിവരിച്ചു കൊടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിയായ സോഴ്സിൽ നിന്ന് വിവരം ലഭിക്കുന്ന ആളാണ്, അഥവാ ശരിയായ പ്രവാചകരാണ് എന്നതിന്റെ നല്ല ക്ലാരിറ്റിയുള്ള എവിഡൻസ് ആണ്, തെളിവാണ് എന്നാണ് അല്ലാഹു തആല ഇവിടെ സമർത്ഥിക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് കാണാം. ബഅദമ്മ അത്തമ്മല്ലാഹു തആല ഖിസ്സത യൂസുഫ് അലൈഹിസ്സലാം ഫിൽ ആയാത്തിൽ മുതഖദ്ദിമ, കഴിഞ്ഞ സൂക്തങ്ങളിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹു തആല പൂർണ്ണമായി വിവരിച്ച ശേഷം അശാറഹുന, ഈ സൂക്തത്തിൽ അല്ലാഹു തആല സൂചന നൽകുകയാണ്. അന്നൽ ഇഖ്ബാറ ബിഹ, ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിച്ചു കൊടുത്തത് ആയത്തും ബയ്യിനത്തുൻ അലാ നുബുവത്തി റസൂലിഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ദൂതരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരാണ്, അഥവാ അല്ലാഹുവിൽ നിന്ന് ദിവ്യ സന്ദേശം ലഭിക്കുന്നവരാണ് എന്നതിന്റെ ക്രിസ്റ്റൽ ക്ലാരിറ്റിയുള്ള എവിഡൻസ് ആണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സ്ഥാപിക്കുകയാണ്. കാരണം ഫഇന്നഹ മിൻ അംബാഇൽ ഗൈബി, ഈ പറഞ്ഞ കാര്യങ്ങൾ അത്രയും അദൃശ്യ വിവരങ്ങളിൽപ്പെട്ടതാകുന്നു. അദൃശ്യ വിവരം എന്ന് പറഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കാത്തതും പ്രഥമ ബുദ്ധി മനസ്സിലാക്കി തരാത്തതുമായിട്ടുള്ള വിഷയങ്ങൾ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരാള് തൊട്ടോ കണ്ടോ കേട്ടോ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിവരങ്ങളായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പറഞ്ഞത്. സ്വകാര്യമായി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സഹോദരങ്ങൾ മാത്രം ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തുന്നു. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ നമുക്ക് ഉപ്പാന്റെ അടുത്തുനിന്ന് ഇറക്കിക്കൊണ്ടുപോയി നശിപ്പിക്കണം, എന്നാലേ ഉപ്പായുടെ സ്നേഹവും സന്തോഷവും നമ്മിലേക്ക് വരൂ. അല്ലെങ്കിൽ അത് മുഴുവനും യൂസുഫ് നബിക്ക് പകുത്തു നൽകപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും.
അതിനെന്തു ചെയ്യണം? കൊന്നുകളയണം എന്ന് ചിലർ. കൊല്ലൊന്നും വേണ്ട, നമുക്ക് ആ ശല്യം ഇല്ലാണ്ടായാൽ പോരെ, അതുകൊണ്ട് കിണറ്റിലേക്ക് എറിയാമെന്ന് മറ്റു ചിലർ. അത്തരത്തിലുള്ള വളരെ സ്വകാര്യമായി നടത്തിയ ആ സംഭാഷണങ്ങൾ അടക്കം വളരെ കൃത്യമായിട്ടാണല്ലോ ഇവിടെ വിശദീകരിച്ചത്. അപ്പൊ എന്തായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഇടയിൽ ആ ചർച്ച നടക്കുമ്പോൾ, ആ ഗൂഢാലോചന നടക്കുമ്പോൾ, ഇത്തരത്തിൽ വേണ്ട കുതന്ത്രങ്ങളൊക്കെ അവർ ഏകോപിപ്പിക്കുമ്പോൾ ഒന്നും റസൂലുള്ളാഹി അവിടെ ഇല്ലല്ലോ. അപ്പൊ കണ്ട് വിവരിക്കുന്നത് പോലെ ഇത്രയും ആധികാരികതയോടുകൂടെ ഈ വിവരങ്ങൾ പറയണമെങ്കിൽ ഈ വിവരങ്ങളെല്ലാം കൃത്യമായി അറിയുന്ന ഒരു ശക്തിയിൽ നിന്ന് ഈ വിവരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഷെയർ ചെയ്യപ്പെട്ടിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. ആ വിവരങ്ങൾ കൃത്യമായി അറിയുന്നവനാരാണ്? അള്ളാഹു ആകുന്ന യജമാനനാണ്. അള്ളാഹു ആകുന്ന യജമാനനിൽ നിന്ന് എ ടു സെഡ് വിവരങ്ങൾ ലഭിക്കുന്ന ഒരാൾക്കല്ലാതെ ഇത്രയും വ്യക്തമായി കാര്യങ്ങൾ വിവരിക്കാൻ സാധിക്കില്ല എന്ന് നമുക്കിവിടെ വ്യക്തമാകുന്നു. അല്ലെങ്കിൽ എന്തു വേണം? ഈ ചരിത്രങ്ങളൊക്കെ മുമ്പ് എവിടെയോ രേഖപ്പെടുത്തിയത്, മുമ്പ് ചരിത്രത്താളുകളിൽ കോറിയിട്ടത്, അതങ്ങനെ തന്നെ എടുത്തു പറയുന്നു. അപ്പൊ നമ്മളിപ്പോ ചരിത്രം പറയണ്ടല്ലോ. നാം ചരിത്രം പറയുന്നത് വഹയുണ്ടായിട്ടൊന്നുമല്ലല്ലോ, അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു എന്ന വിവരം ഖുർആനും ആ ഖുർആനിന്റെ വിശദീകരണം നടത്തിയ പൂർവ്വസൂരികളായ മഹത്തുക്കളും അവര് നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചപ്പോൾ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റി. എന്നതുപോലെ ഏതെങ്കിലും ഒരു സോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ നേരത്തെയുള്ള ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ടായിരുന്നുവോ? ഒരിക്കലും അതുണ്ടായിട്ടില്ല. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഇന്നഹാ മിൻ അംബാഇൽ ഗൈബി, ഇത് അദൃശ്യ വിവരങ്ങളിൽപ്പെട്ടതാണെന്ന് പറയാൻ കാരണം എന്താ? വഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യുതാലിൽ കുതുബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവ്വവേദങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല? വിശകലനം നടത്തിയിട്ടില്ല, അത് വായിച്ചു നോക്കിയിട്ടില്ല. വലം യതലമ്മദ് ലിഅഹദിൻ, ഒരാൾക്കും റസൂലുള്ളാഹി ശിഷ്യപ്പെട്ടിട്ടുമില്ല. ഏതെങ്കിലും ഒരു ഗുരുമുഖത്ത് നിന്ന് ഇത്തരം ചരിത്രങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം നബി തങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. വമാ കാനത്തിൽ ബൽദത്തു ബൽദത്തുൽ ഉലമായി, പുറത്തൊന്നും പോയി പഠിച്ചില്ലെങ്കിലും ഒഴിവുവേളകളിൽ ചരിത്രങ്ങളൊക്കെ അറിയാവുന്ന ഏതെങ്കിലും ഉപ്പുപ്പമാരെ കണ്ട് അവരിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ട്, മുത്തശ്ശി കഥകൾ കേൾക്കുന്നത് പോലെ കേട്ട്, അത് പിന്നീട് മുത്തനബി വിവരിച്ചതാണ് എന്ന് പറയാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? വമാ കാനത്തിൽ ബൽദ, മക്ക എന്ന നാടായിരുന്നില്ല. ബൽദത്തുൽ ഉലമായി, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരുടെ നാടായിരുന്നില്ല. ഫൈതിയാനുഹു ബിഹാദിഹിൽ ഖിസ്സത്തി തവീല, അപ്പോൾ ഈ ദീർഘമായ ചരിത്രം നബിതങ്ങൾ കൊണ്ടുവരുന്നത് അലാ വജ്ഹിൻ ലം യഖഅ ഫീഹി തഹരീഫുൻ വലാ ഗലത്തുൻ, പിന്നെ യാതൊരു വിധത്തിലുള്ള അബദ്ധവും പറ്റാതെ, തിരുത്തലുകളില്ലാതെ കൃത്യമായി ഈ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചു എന്ന് പറയുന്നത് എങ്ങനെ? മിൻ ഗൈരി മുതഅലഅത്തിൻ വലാ തഅല്ലുമിൻ, മറ്റു ഗ്രന്ഥങ്ങൾ വായിച്ചുകൊണ്ടോ മറ്റാരെന്തെങ്കിലും പഠിച്ചുകൊണ്ടോ ഈ കാര്യങ്ങൾ നബിതങ്ങൾ വിവരിച്ചിട്ടില്ല എന്ന് തിരിയുന്ന സ്ഥിതിക്ക് അതുറപ്പാണ്, അതെല്ലാവർക്കും അറിയാം. കാരണം 40 കൊല്ലം മക്കയിലെ ജനങ്ങൾക്കിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചത് എങ്ങനെയാണ്? അവരിൽ ഒരാളായിട്ട് ജീവിച്ചതാണ്. അപൂർവം സന്ദർഭങ്ങളിൽ കച്ചവട ആവശ്യത്തിന് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് പോയിട്ടുള്ളൂ. എന്നാൽ ആ പുറത്തേക്ക് പോയ സമയത്ത് ഏതെങ്കിലുമൊക്കെ പാതിരിമാരിൽ നിന്നോ പുരോഹിതന്മാരിൽ നിന്നോ ഇത്തരം കാര്യങ്ങൾ ചുളിവിൽ പഠിച്ചെടുത്തു എന്ന് ഊഹിക്കാൻ ഒരു ചാൻസ് ഇല്ല. എന്തുകൊണ്ട്? കച്ചവടത്തിന് പോയ സമയത്തും തന്റെ കൂടെയുള്ള കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ കൂടെ അല്ലാതെ സ്വകാര്യതയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതെങ്കിലും ഒരാളുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പർണശാലയിൽ പോയി അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനോ അവസരം കണ്ടെത്തിയിട്ടില്ല. അതവർക്കെല്ലാവർക്കും അറിയാം. എങ്കിൽ പിന്നെ വളരെ കൃത്യമായി പറയാൻ സാധിക്കുന്ന ഒരു സംഗതി എന്താണ്? ലാ ബുദ്ദ അൻ യകൂന മുഅ്ജിസൻ, ഇത് അമാനുഷികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങൾക്ക് നൽകിയ ഒരു മഹത്വത്തിന്റെ പേരിൽ മാത്രമേ ഇത്രയും ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി. എങ്കിൽ ഇത്രയും ഡീറ്റെയിൽ ആയി കാര്യങ്ങൾ പറയാൻ ത്രികാലജ്ഞാനിയായ അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കുന്ന ഒരാൾക്കേ സാധിക്കൂ എന്ന് നമുക്ക് മനസ്സിലായാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകരാണ്, അള്ളാഹുവിൽ നിന്ന് സന്ദേശങ്ങൾ ലഭിക്കുന്ന ദൂതരാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന സാഹചര്യം ഇവിടെ ഉറപ്പായി. അതാ പറഞ്ഞത് ദാലിക മിൻ അംബാഇൽ ഗൈബി,
ഇത് അദൃശ്യ വാർത്തകളിൽപ്പെട്ടതാകുന്നു. യൂസുഫ് നബിന്റെ ഈ ചരിത്രം നൂഹിയിലേക്ക തങ്ങളിലേക്ക് നാം അത് വഹ്യറിയിക്കുകയാണ് ചെയ്തത്. വമാ കുന്ത ലദൈഹിം അവരുടെ അടുത്ത് തങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇത് അജ്മഉ അംറഹും അവരവരുടെ കാര്യം ഏകോപിപ്പിക്കുന്ന നേരത്ത് വഹും യംകുറൂൻ അവർ കുതന്ത്രങ്ങൾ മെനയുന്നവരായിരിക്കെ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ ട്രാപ്പിലാക്കാൻ വേണ്ടിയുള്ള കുതന്ത്രങ്ങൾ മെനയുമ്പോൾ, എന്നിട്ട് അവർ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനമെടുക്കുമ്പോൾ അവിടെയൊന്നും തങ്ങളുണ്ടായിരുന്നില്ല. എന്നിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഒരു പ്രഖ്യാപനം പോലെ തങ്ങളത് വിവരിച്ചുവല്ലോ. അത് വിവരിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ശരിയായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. എന്നാൽ വമാ അക്സറുന്നാസി വലോ ഹറസ്ത തങ്ങൾ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചാലും ജനങ്ങളിൽ നിന്ന് അധിക പേരും മുഅ്മിനീൻ സത്യവിശ്വാസികളാകുന്നവരല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയാണ്. ഇതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന ചരിത്രത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. കുറെ ജൂതന്മാരും അതേപോലെ അറേബ്യൻ മുശ്രിക്കുകളും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ചരിത്രം ചോദിക്കുന്നു. യൂസുഫ് നബിയുടെ ചരിത്രം എന്താണെന്ന് അന്വേഷിക്കുന്നു. അപ്പൊ ആ ചരിത്രം നബി തങ്ങൾക്ക് അറിയില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മുത്തുനബിയെ ഉത്തരം മുട്ടിക്കുക എന്ന കുരുട്ട് ബുദ്ധിയും ദുഷ്ടലാക്കും തന്നെയാണ് അവരുടെ ആ പറച്ചിൽ ചോദ്യത്തിന് പിന്നിലുള്ളത്. പക്ഷേ എന്നിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായത് അവതരിപ്പിക്കാൻ അല്ലാഹു തആല തങ്ങൾക്ക് വഹയിലൂടെ അവസരമുണ്ടാക്കുമ്പോൾ എന്തായാലും ഇത് കേൾക്കുമ്പോഴെങ്കിലും എന്റെ പ്രവാചകത്വത്തിന്റെ ആധികാരികത അവർ സമ്മതിക്കാതിരിക്കില്ല എന്ന ഒരു സതുദ്ദേശം അല്ലെങ്കിൽ ഒരു സന്തോഷമായിട്ടുള്ള നിലപാടിലേക്കുള്ള ചുവടുവെപ്പായി ഈ സംഭവത്തെ നബി തങ്ങൾ സ്വാഭാവികമായും കാണുമല്ലോ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും തങ്ങളത് ബോധ്യപ്പെടുത്തിയിട്ടും പക്ഷെ അതിനോടനുബന്ധിച്ചുള്ളൊരു പോസിറ്റീവ് റിസൾട്ട് തങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പൊ അല്ലാഹു തആല നബി തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. ഇവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് കാണാം. വമാ അക്സറുന്നാസി വലോ ഹറസ്ത ബിമുഅ്മിനീൻ തങ്ങൾ വളരെ ആഗ്രഹം പ്രകടിപ്പിച്ചാലും ജനങ്ങളിൽ നിന്നും മിക്കവരും വിശ്വാസികളാവുന്നില്ല എന്ന് പറഞ്ഞ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഇമാം റാസി തങ്ങൾ പറഞ്ഞു വജുഹു ഇത്തിസാലി ഹാദിഹിൽ ആയ ഈ ആയത്തിന്റെ ബന്ധം ബിമാ ഖബലഹ മുമ്പുള്ള സൂക്തവുമായിട്ടുള്ള ബന്ധം, അതായത് ഈ വിവരങ്ങൾ തങ്ങൾക്ക് അള്ളാഹു അറിയിച്ചു തന്നതാണെന്നും അവരവരുടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ തങ്ങൾ അവിടെ ഹാജറുണ്ടായിരുന്നില്ലെന്നും അള്ളാഹു തആല പറഞ്ഞതിനോട് ചേർത്തുകൊണ്ട് നിങ്ങൾ വളരെ ആഗ്രഹിച്ചാലും ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് അള്ളാഹു പറഞ്ഞ ഈ ആയത്തും മുൻ സൂക്തവും തമ്മിലുള്ള ബന്ധം അന്ന കുഫാറ ഖുറൈശിൻ ആ ഖുറൈശികളിലുള്ള നിഷേധികളോ ജമാഅത്തൻ മിനൽ യഹൂദി ഒരു സംഘം ജൂതന്മാരും തലബു ഹാദിഹിൽ ഖിസ്സത മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സബീലി തഅന്നുതി മാത്സര്യത്തിന്റെ നിലക്ക് നബി തങ്ങളോട് അഥവാ തങ്ങൾക്കത് പറയാൻ കഴിയില്ല എന്ന ഓവർ കോൺഫിഡൻസോടെ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ആവശ്യപ്പെട്ടു. വഅതഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ സ്വാഭാവികമായും വിശ്വസിച്ചു. അന്നഹു ഇദാ ദക്കറഹ ആ ചരിത്രം ഞാൻ അവർക്ക് വിവരിച്ചു കൊടുത്താൽ ഫറുബ്ബമ ആമനു അവർ വിശ്വാസത്തിലേക്ക് വന്നേക്കും. കാരണം എന്താ, എനിക്കാ ചരിത്രം എന്റേതായിട്ടുള്ള സോഴ്സിലൂടെ അറിയാൻ കഴിയില്ലെന്നും അള്ളാഹുവിൽ നിന്ന് വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലേ പറയാൻ പറ്റുമെന്നും അവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് ആ ചരിത്രം ഞാൻ പറഞ്ഞു കൊടുക്കുന്നതോടുകൂടെ ഞാൻ അള്ളാഹുവിൽ നിന്ന് വിവരം ലഭിക്കുന്ന പ്രവാചകരാണ് എന്ന വസ്തുത അവർക്ക് ബോധ്യപ്പെടും. അത് ബോധ്യപ്പെട്ടാൽ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ പിന്നെ താമസമുണ്ടാവില്ല എന്ന് സ്വാഭാവികമായും തങ്ങൾ വിചാരിച്ചു, അല്ലെങ്കിൽ തങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെ ഫലമാതക്കറഹ ആ ചരിത്രം നബി തങ്ങൾ അവരോട് പറഞ്ഞപ്പോൾ അസറു അലാ കുഫ്രിഹിം അവരുടെ അവിശ്വാസത്തിൽ തന്നെ അവർ ഉറച്ചു നിന്നു. ഫനസലത്ത് ഹാദിഹിലായ അപ്പോഴാണ് ഈ സൂക്തം അവതരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തെളിവുകൾ കിട്ടാത്തതിന്റെ പേരിലോ തെളിവുകൾ ഇല്ലാത്തതിന്റെ പേരിലോ അല്ല തങ്ങളെ കൊണ്ട് വിശ്വസിക്കാത്തവരും തങ്ങളെ അംഗീകരിക്കാത്തവരും അവരുടേതായിട്ടുള്ള തെറ്റായ ചിന്താഗതികളുമായി മുന്നോട്ട് പോകുന്നത്. മറിച്ച് വിശ്വാസത്തിലേക്ക് വരില്ലെന്ന് തീരുമാനമെടുത്ത് മുൻവിധിയോടുകൂടെ തങ്ങളെ നിരാകരിക്കാനും നിഷേധിക്കാനും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവർ തെളിവുകൾ എത്ര കിട്ടിയാലും വിശ്വാസത്തിലേക്ക് വരുന്നില്ല എന്നത് തങ്ങളുടെ മനസ്സിന് വേദനയോ അസ്വസ്ഥതയോ ഉണ്ടാക്കേണ്ടതില്ല എന്ന് അല്ലാഹു തആല തങ്ങളെ അറിയിക്കുകയാണ് എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇമാം റാസി തങ്ങൾ അടക്കം ഇവിടെ വിശദീകരിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്ത് വമാ തസ്അലുഹും അലൈഹി നബിയെ തങ്ങൾ അവരോട് ഈ ഖുർആനിന്റെ പേരിൽ ആവശ്യപ്പെടുന്നില്ല മിൻ അജ്രിൻ എന്തെങ്കിലും ഒരു കൂലി ആവശ്യപ്പെടുന്നില്ല.
അതായത് ഈ ഖുർആൻ അനുസരിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുക എന്ന ഈ സംവിധാനവുമായിട്ട് അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായി തങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും അവര് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നില്ല എന്നതിന് എന്തെങ്കിലും ഒരു ന്യായം വാസ്തവത്തിൽ അവർക്ക് പറയാനില്ല. അതാ ഒമാ തസ്അലുഹും, തങ്ങൾ അവരോട് ചോദിക്കുന്നില്ല അലൈഹി, ഈ ഖുർആൻ പ്രബോധനം ചെയ്തതിന്റെ പേരിൽ മിൻ അജ്രിൻ, ഒരു കൂലി അവരോട് ചോദിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ തങ്ങൾ ഈ ഖുർആനിന്റെ പ്രബോധനം നടത്തുന്നത് എന്തെങ്കിലും സാമ്പത്തികമായ അഭിവൃദ്ധി എന്നൊരു ലക്ഷ്യം വെച്ചുകൊണ്ടല്ല. എന്നിട്ടും അവർ വിശ്വാസത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം അവർ മുൻവിധിയോടുകൂടെ കാര്യങ്ങളെ കാണുകയും നിഷേധത്തിൽ മൂടുറച്ചു പോവുകയും ചെയ്തിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് തങ്ങളെ ഒന്നുകൂടി ആശ്വസിപ്പിക്കുകയാണ്, മുൻസൂക്തത്തിനെ ഒന്നൊരു അരക്കിട്ടുറപ്പിക്കുകയാണ് ഇവിടെ. ഇൻഹുവ ഇല്ലാ ദിക്റുല്ലിൽ ആലമീൻ, നിശ്ചയം ഈ ഖുർആൻ അത് ജനങ്ങൾക്ക് മുഴുവനും ലോകത്തിന് മുഴുവനും ഉത്ബോധനമാകുന്നു. മൊത്തത്തിൽ ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഉത്ബോധനമായിട്ടാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവതരിപ്പിക്കുക എന്ന് പറയുന്ന സംഗതി അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ശരിയായ സോഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും വിശ്വാസത്തിലേക്ക് വരാത്തവരെ ഇനി നന്നാക്കാമെന്ന കണക്കുകൂട്ടൽ വേണ്ട. അതുകൊണ്ട് തങ്ങളുടെ ഡ്യൂട്ടി നിർവഹിച്ചു, ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി കൈകാര്യം ചെയ്തു. ഇനി വിശ്വാസത്തിലേക്ക് വരാത്തതിന്റെ റെസ്പോൺസിബിലിറ്റി അവർ തന്നെ ഏറ്റെടുത്തുകൊള്ളും. തങ്ങൾ ആ വിഷയം വിട്ടേക്കുക എന്ന് നബി തങ്ങളെ ആശ്വസിപ്പിക്കുന്ന, പ്രബോധനത്തിന്റെ വഴിയിൽ വളരെ പ്രയാസങ്ങൾ സഹിച്ച് മുന്നോട്ട് പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാത്തവരുടെ നിഷേധാത്മകമായ നിലപാടിൽ വല്ലാത്ത അസ്വസ്ഥതയും പ്രയാസവും വേണ്ട എന്ന് തങ്ങളെ ഉണർത്തിയിരിക്കുകയാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആനിന്റെ ശരിയായ ആശയങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.